കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. തമിഴ്നാട്ടിലും ബംഗാളിലൊക്കെ കഴിഞ്ഞ ദിവസമായിരുന്നു ഇലക്ഷൻ. ഈ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രചരണവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആളുകളുടെ പിന്നാലെയാണ്, അവരെണ്ണം കൂട്ടാനുള്ള ശ്രമത്തിലാണ്. പ്രചരണങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ്, മീഡിയ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യത്തെ പ്രചരണം വരുമ്പോഴും വളരെ ഡിഫറെൻ്റായിട്ട് യുണീക്ക് മോഡലിലൊക്കെയാണ് ഇപ്പോൾ ഓരോരുത്തരും പ്രചരണം നടത്തുന്നത്. ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, ആളെ കൂട്ടുക. ആളെ കൂട്ടി ജനബാഹുല്യം ഉണ്ടെന്നും അവരുടെ പിന്നാലെ അണികളുണ്ടെന്നും പുറമേയുള്ളവരോട് കാണിക്കുക. സോഷ്യൽ മീഡിയയിൽ പോലും ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രചരണം നടത്തുമ്പോൾ എത്ര ലൈക്കും ഷെയറും കിട്ടും എന്നുള്ള രീതിയിൽ കൃത്യമായി ഒരു അഡ്വർടൈസ്മെൻറ്റ് ഏജൻസി വഴിയൊക്കെ തന്നെയാണ് ഇവർ ഈ പ്രചരണം നടത്തുന്നത്. ഇങ്ങനെയൊക്കെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം വായിക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഒന്നും മനസ്സിലാവില്ല. കാരണം ക്രിസ്തു ഡീപ്പ് തിയോളജിയാണ് പറയുന്നത്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചാണ് ക്രിസ്തു സംസാരിക്കുന്നത്. പക്ഷെ തുടങ്ങിയത് വളരെ സിമ്പിളായിട്ടാണ്. 6-ാം അധ്യായം തുടക്കം 5 അപ്പം 5000 പേർക്കായി വിഭജിക്കുന്നതാണ്. അതെല്ലാവർക്കും മനസ്സിലാകുമെന്ന് മാത്രമല്ല, അതൊരു സന്തോഷത്തിൻ്റെ തുടക്കമായിരുന്നു. കാര്യം യേശുവിനെ കേൾക്കാൻ 5000-ഓളം വരുന്ന പുരുഷന്മാർ, അതിനിരട്ടി സ്ത്രീകൾ, കുട്ടികൾ, 12 കുട്ട നിറയെ ബാക്കി വന്ന അപ്പക്കഷ്ണം, ഇങ്ങനെ എല്ലാം കൊണ്ടും യേശുവിൻ്റെ പിന്നാലെ ഒരു അണികളുണ്ട് എന്നൊരു ബോധ്യം തന്ന ഒരു സംഭവമാണ്. എന്നാൽ ഈ 6-ാം അധ്യായം അവസാനിക്കുന്നിടത്ത് വളരെ മിസറബിൾ കണ്ടീഷനിലേക്ക് എത്തി. അവർ നശ്വരമായ അപ്പത്തിന് വേണ്ടിയാണ് അന്വേഷിക്കുന്നത് അറിയുമ്പോൾ ക്രിസ്തു വിഭജിക്കില്ലെന്ന് പറയുന്നു. അങ്ങനെ അപ്പം തേടി വന്നവർ യേശുവിൽ നിന്ന് അകന്നു പോകുന്നു. അവസാനം 12 പേരിൽ ആ സംഭവം ചുരുങ്ങുന്നു. ഈ 12 പേരും യേശു മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലെത്തി. ആ ജനക്കൂട്ടയില്ല. 12 കൂട്ട വീണ്ടും ബാക്കിയായി തന്നെ നിൽക്കുന്നുണ്ട്. അത് കഴിക്കാൻ ആരുമില്ല. ഇനി അപ്പം വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഗോസ്പൽ അവസാനിക്കുന്ന നമുക്ക് സങ്കടം തോന്നും. പക്ഷെ ക്രിസ്തു സങ്കടത്തിലല്ല, ക്രിസ്തു ഹാപ്പി തന്നെയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? എണ്ണം കൂട്ടാൻ വേണ്ടി യേശു ഒന്നും ചെയ്തില്ല. അതാണ് യേശുവിൻ്റെ 6-ാം അധ്യായത്തിലെ മറ്റൊരു അത്ഭുതം. തുടക്കത്തിൽ ഈ എണ്ണത്തെ ഓർത്ത് 5 അപ്പം 5000 പേർക്കായി വിഭജിച്ച ക്രിസ്തു അവസാനം ഈ എണ്ണം പോകുമല്ലോ എന്നോർത്ത് ഒരു അത്ഭുതവും ചെയ്തില്ല. അതാണ് ക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്നത്. ആളുകളെ കൂട്ടാൻ വേണ്ടി ക്രിസ്തു പ്രത്യേകിച്ച് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിയെ സമീപിച്ചില്ല. അവൻ പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാൻ പോയില്ല. നമ്മൾ ഓർക്കണം, എവിടെയാണോ നമ്മൾ വിശ്വാസത്തിൻ്റെ പേരിൽ ആളെ കൂട്ടാൻ ശ്രമിക്കുന്നത് അവിടെ സഭയ്ക്ക് തകർച്ചയുണ്ടാകും. എണ്ണം നോക്കാതെ നമ്മുടെ വിശ്വാസത്തിൻ്റെ നിലപാടുകൾ നമ്മൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ശരികളെ നമ്മൾ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഭ എന്നും തല ഉയർത്തി തന്നെ നിൽക്കും. ഏത് രാഷ്ട്രീയ പാർട്ടികൾ നമുക്കെതിരെ സംസാരിച്ചാലും, നമുക്കെതിരെ ഗൂഢാലോചന നടത്തിയാലും, ആരുടെ ഒന്നും മുമ്പിൽ മുട്ടുകുത്താതെ ക്രിസ്തുവിൻ്റെ നിലപാടുകൾക്കൊത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ഈ കാലഘട്ടത്തും ക്രിസ്തുവിൻ്റെ സ്വരമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, എണ്ണം കുറയുന്നല്ലോ എന്നോർത്ത് ഭയപ്പെടാതിരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തല ഉയർത്തി തന്നെ നിൽക്കും. ക്രിസ്തു യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ എല്ലാവരും തിരിഞ്ഞു നടന്നപ്പോഴും തല ഉയർത്തുന്ന പോലെ നമ്മൾ നിൽക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.